കഴിഞ്ഞ ദിവസമാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് വേണ്ടിയിട്ടുള്ള സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പിന്റെ ഒന്നാം ഘട്ടത്തിലെ വീടുകളുടെ താക്കോൽദാന കർമ്മം വയനാട്ടിൽ നടന്നത്. സർക്കാർ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചാണ് അത്തരമൊരു ചടങ്ങ് സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. ആദ്യഘട്ടത്തിൽ പൂർത്തിയായ 178 വീടുകളുടെ താക്കോൽദാന കർമ്മമാണ് മുഖ്യമന്ത്രി നിർവഹിച്ചത്. എല്ലാ പരിവാരങ്ങളും, മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളും, MLA മാരും, ഒപ്പം തന്നെ വിവിധ ജില്ലകളിൽ നിന്നുള്ള പാർട്ടിയുടെ പ്രവർത്തകരെയും അണികളെയും ഒക്കെ തന്നെ വണ്ടിയിൽ അവിടെ അടിച്ചിറക്കി വലിയൊരു ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ് അത്തരമൊരു ചടങ്ങ് അവിടെ നടത്തിയത്. സർക്കാരിനെ സംബന്ധിച്ച് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കി അത് അവിടുത്തെ ദുരിതബാധിതർക്ക് കൈമാറാൻ. ഒരു ടൗൺഷിപ്പാണ് സർക്കാർ അവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. വീടുകൾ മാത്രമല്ല, വീടുകൾക്ക് പുറമെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള വീടുകളും, ഒപ്പം തന്നെ മറ്റ് അത്യാധുനിക സൗകര്യങ്ങളും ആശുപത്രികളും എല്ലാം അവിടെ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും കൈകോർത്ത് നിന്ന് സംഭാവനയായിട്ട് കൊടുത്ത ഏതാണ്ട് 780ഓളം കോടി രൂപയുണ്ട്. ആ ഒരു സഹായത്തോടു കൂടിയാണ് സർക്കാർ ഇത്തരം ഒരു വലിയ പദ്ധതി നടപ്പിലാക്കി അവിടുത്തെ ദുരിതബാധിതർക്ക്, എല്ലാം നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നത്. ഇന്നലെ ആ ചടങ്ങിൽ വളരെ വൈകാരികമായിട്ടുള്ള പല രംഗങ്ങളും നമ്മൾ കണ്ടതാണ്. അതൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രി കെ രാജന്റെയും ഒക്കെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അവരുടെ അണികൾ തന്നെ വൈറലാക്കി, അവർ റീലാക്കി മാറ്റുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഒരു പക്ഷേ ഈ ചടങ്ങുകളൊക്കെ തന്നെ സംഘടിപ്പിച്ചത് ഇത്തരത്തിൽ റീലുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്ന് പോലും പൊതുസമൂഹത്തിന് സംശയം തോന്നുന്ന വിധത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് തോന്നുന്നത്. CPM-ന്റെ അണികളുടെയും ഒക്കെ തന്നെ സൈബർ ഹാൻഡിലുകൾ ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മടിയിൽ ഒരു കുഞ്ഞ് വന്നിരിക്കുന്നത്, മുഖ്യമന്ത്രി മറ്റുള്ളവരെ കെട്ടിപ്പിടിക്കുന്നു, റവന്യൂ മന്ത്രി ആളുകളെ കെട്ടിപ്പിടിക്കുന്നതും ഒക്കെയായിട്ടുള്ള ദൃശ്യങ്ങളുടെ റീലുകൾ ഇങ്ങനെ ഓടുകയാണ് സോഷ്യൽ മീഡിയകളിൽ. എന്നാൽ ഇന്നലത്തെ ആ യോഗത്തിൽ വളരെ ഖേദകരമായിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള ഒരു കാര്യം നടന്നു. അത് അവിടുത്തെ മുണ്ടക്കൈ ചുരൽമല പ്രദേശം ഉൾപ്പെടുന്ന കൽപ്പറ്റ നിയമസഭാ മണ്ഡലത്തിലെ MLA കൂടിയായിട്ടുള്ള T. സിദ്ദിഖിന് നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവമാണ്. മുഖ്യമന്ത്രിയുടെയും എല്ലാവരുടെയും പ്രസംഗം കഴിഞ്ഞിട്ട് സ്ഥലം MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ആ ചടങ്ങിലേക്ക് സ്വാഭാവികമായിട്ടും ക്ഷണമുണ്ട്. അദ്ദേഹം തന്റെ ഊഴത്തിൽ പ്രസംഗിക്കാനായിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ അവിടെ നിന്നും വലിയ രീതിയിലുള്ള ഒരു കൂക്കുവിളി ഉയരുന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അവിടെ വേദി, ആ സദസ് എന്ന് പറയുന്നത് രണ്ടായിട്ട് തിരിച്ചുകൊണ്ട് ഒരു സൈഡിൽ ഈ പറയുന്ന ദുരന്തബാധിതർ ഉൾപ്പെടെയുള്ളവര് ഇരിക്കുകയാണ്. രണ്ടാമത്തെ ഭാഗത്ത് ഈ ചടങ്ങ് വീക്ഷിക്കാനായി എത്തിയ വിവിധ ജില്ലകളിൽ നിന്നുള്ള പാർട്ടി പ്രവർത്തകരും അണികളും എല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ പാർട്ടി പ്രവർത്തകരും ഒക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ആ ഭാഗത്തു നിന്നുമാണ് T. സിദ്ദിഖ് MLA-ക്കെതിരെ അങ്ങേയറ്റം മോശകരമായ രീതിയിൽ കൂക്കുവിളിയും ഒപ്പം തന്നെ തെറിവിളിയും കമന്റടികളും എല്ലാം ഉയർന്നത്. എന്നാൽ T. സിദ്ദിഖ് അതൊന്നും വകവയ്ക്കാതെ തന്റെ പ്രസംഗം നടത്തി അത് പൂർത്തിയാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതിനു മുൻപ് റവന്യൂ മന്ത്രി കെ രാജൻ തന്റെ പ്രസംഗ വേളയിൽ നടത്തിയ ഒരു പരാമർശം, അത് സത്യത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിന് അല്ലെങ്കിൽ ഒരു റവന്യൂ മന്ത്രിയുടെ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്തരം ഒരു ചടങ്ങിൽ, രാഷ്ട്രീയ ഭേദമന്യേ സംഘടിപ്പിച്ച ഒരു ചടങ്ങിൽ ഒരിക്കലും നടത്താൻ പാടില്ലാത്ത ഒന്നായിരുന്നു. അത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രയോഗം തന്നെയായിരുന്നു, ഒരു പ്രസ്താവന തന്നെയായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ വന്ന് കല്ലിട്ട് പോകുന്നവരല്ല, കല്ലിട്ട് കഴിഞ്ഞാൽ അതിന് മുകളിൽ കല്ല് വെച്ച് ആ വീട് പൂർത്തിയാക്കി അതാർക്കാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത് അവർക്ക് കൊടുത്ത് ഞങ്ങൾ പിന്മാറുകയുള്ളൂ എന്ന പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അത് കോൺഗ്രസിനെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം ആ പ്രസ്താവന നടത്തിയതെന്നത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ കോൺഗ്രസ് അവിടെ തങ്ങൾ പ്രഖ്യാപിച്ച 100 വീടുകളുടെ തറക്കല്ലിടൽ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുണ്ട്. അതവിടെ കല്ലിട്ട് പോകാനല്ല കോൺഗ്രസ് ആ കല്ലവിടെ ഇട്ടത്, അതിനു മുകളിൽ വീണ്ടും കല്ലുകൾ വെച്ച് ആ വീടുകൾ പൂർത്തിയാക്കി അത് ഏതാണ്ട് 4-5 മാസത്തിനകം തന്നെ ദുരിതബാധിതർക്ക്, അതായത് ഈ സർക്കാരിന്റെ ഈ ലിസ്റ്റിൽ വരാത്ത ദുരിതബാധിതർക്ക്, സർക്കാർ കൈയൊഴിഞ്ഞ, സർക്കാർ അവഗണിച്ചിട്ടിരിക്കുന്ന എല്ലാം നഷ്ടപ്പെട്ട ദുരിതബാധിതർക്ക് കൈമാറാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് അവിടെ 100 വീടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അത് സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ മന്ത്രി കെ രാജന്റെ പ്രസ്താവന അത് വലിയ രീതിയിൽ അവിടെ CPM അണികൾക്ക് വലിയ ആവേശമുണ്ടാക്കി. അതാണ് T. സിദ്ദിഖ് പ്രസംഗിക്കാൻ വരുമ്പോൾ അവർക്ക് കൂവാനുള്ള ഒരു ആവേശവും കൊടുത്തത്. അതിന് T. സിദ്ദിഖ് അവിടെ കൃത്യമായിട്ട് തന്നെ മറുപടി പറയുന്നുണ്ട്. കാരണം ഇന്നലെ 1-ാം തീയതിയാണ് സർക്കാർ ഈ പറയുന്ന 178 വീടുകൾ കൈമാറിയതെങ്കിൽ അതിന്റെ തലേന്ന് ഫെബ്രുവരി 28-ന് UDF-ലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച 105 വീടുകളിലെ 51 വീടുകൾ പണി പൂർത്തിയാക്കി കൈമാറിയിരുന്നു. അതായത് സർക്കാർ സംവിധാനം ചെയ്യുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി
തങ്ങൾ പ്രഖ്യാപിച്ച വീടുകളിൽ പകുതിയോളം വീടുകൾ നിർമ്മാണം പൂർത്തിയാക്കി എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി 51 പേർക്ക്, അതിൽ ഈ പറയുന്നത് പോലെ തന്നെ സർക്കാരിന്റെ ഈ പട്ടികയിൽ വരാത്ത 51 പേർക്ക് അവർക്ക് അത് കൈമാറി മാതൃക കാണിച്ച ഒരു പാർട്ടിയാണ്. അപ്പോൾ ആ ഒരു ഉദാഹരണം അവിടെ നിൽപ്പുണ്ട്. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ടി സിദ്ദിഖ് അതിന് ശക്തമായ മറുപടി കൊടുക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഈ പറയുന്ന പോലെ ആ സദസ്സിൽ നിന്നും വലിയൊരു കൂവൽ ടി സിദ്ദിഖിന് ഉയരുന്നത്. അതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം വരുന്നുണ്ട്. കാരണം ഈ സംഭവം നടന്ന 2024 ജൂലൈ 30 അർദ്ധരാത്രി ഈ ഉരുൾപൊട്ടൽ ഉണ്ടായി. അതറിഞ്ഞ അടുത്ത നിമിഷം മുതൽ ആ സംഭവ സ്ഥലത്തെത്തി നേരിട്ട് അവിടെ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ച് അതിനു വേണ്ടുന്ന എല്ലാ മേൽനോട്ടവും നിർവഹിച്ച് ആ ദുരിതബാധിതർക്കൊപ്പം നിന്ന് ഇപ്പോഴും അവർക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കുന്ന, നിയമസഭയ്ക്ക് അകത്തും പുറത്തും ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്, ജനപ്രതിനിധിയാണ് ടി സിദ്ദിഖ്. അദ്ദേഹത്തെ അതിൻ്റെ പേരിൽ കെ ശൈലജ, മുൻ ആരോഗ്യമന്ത്രി, CPM-ന്റെ സമുന്നത നേതാവ്, നിയമസഭയ്ക്ക് അകത്ത് പോലും അഭിനന്ദിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വൈറലാകുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു ജനപ്രതിനിധിയെ, ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന, ജനങ്ങളെ ചേർത്തു പിടിച്ച, ദുരന്തത്തിൽ ഇരയായവരെ ഒക്കെ തന്നെ ചേർത്തു പിടിച്ച, അവരുടെ പുനരധിവാസത്തിനും അവരുടെ തുടർന്നുള്ള ജീവിതങ്ങൾക്കും എല്ലാം തുടർച്ചയായിട്ട് ഇടപെടൽ നടത്തുന്ന, അവർക്കൊപ്പം ഒരു സഹോദരനെ പോലെ, ഒരു മകനെ പോലെ, ഒരു കൂട്ടുകാരനെ പോലെ ഒക്കെ നിൽക്കുന്ന ടി സിദ്ദിഖിനെ ആ വേദിയിൽ കൂവിയത് അത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ് എന്നത് ആ നിവാസികൾ തന്നെ, അതിന്റെ ദുരന്ത ബാധിതർ തന്നെ പറയുന്നുണ്ട്. ഈ കൂവിയരെന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ, നേരത്തെ പറഞ്ഞതുപോലെ ഈ പാർട്ടിക്കാരെ മറ്റ് ജില്ലകളിൽ നിന്നും വണ്ടിക്ക് ഇറക്കിക്കൊണ്ടുവന്ന ആളുകളാണ്. അത് ഒരുപക്ഷെ അത്തരത്തിൽ ഇങ്ങനെ കോൺഗ്രസിന്റെ നേതാവിനെ കൂവാൻ വേണ്ടിയിട്ട് ഇറക്കിയതാണോ എന്ന് പോലും സംശയമുണ്ട്. അങ്ങനെ കൂടി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളിൽ നിന്നുമാണ് അത്തരത്തിലുള്ള കൂവലും തെറിവിളിയും ഒക്കെ തന്നെ ടി സിദ്ദിഖിനെതിരെ ഉയർന്നത്. എന്തായാലും അതിനുശേഷമുള്ള ഒരു ദൃശ്യങ്ങൾ അത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. അത് ഈ ടി സിദ്ദിഖ് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ ദുരന്തത്തിനിരയായ ചൂരൽമല മുണ്ടക്കൈ നിവാസികളായിട്ടുള്ള ഒരു കൂട്ടം സ്ത്രീകൾ അവര് ടി സിദ്ദിഖിനടുത്തേക്ക് ചെന്നുകൊണ്ട് ടി സിദ്ദിഖിനെ പൊതിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ചുറ്റും നിന്നുകൊണ്ട് ഈ വിഷയത്തിലുള്ള തങ്ങളുടെ അതൃപ്തി രേഖപ്പെടുത്തുന്നതാണ്. അത് ശരിയായില്ല, അത് എവിടെ നിന്നോ വന്നവരാണ് കൂവിയത്, ഈ ദുരന്തത്തിനിരയായി ഞങ്ങളാരും സാറിനെ കൂവിയിട്ടില്ല, സാർ ഞങ്ങളോടൊപ്പം ആദ്യം മുതൽ ഇന്ന് വരെ നിന്നിട്ടുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന സ്ത്രീകളെ പോലും നമ്മൾ കണ്ടതാണ്. ഞങ്ങൾക്ക് അങ്ങേയറ്റം വിഷമമുണ്ട്, ഹൃദയവേദനയുണ്ട് അത്തരം ഒരു സംഭവം ഉണ്ടായതിൽ. അവരൊന്നും തന്നെ ഇതിന്റെ വിഷമം അറിയാത്തവരാണ്, അവരെവിടെ നിന്നോ വന്നവരാണ്. ഈ ദുരന്തം നേരിട്ട ഞങ്ങൾ ഒരാൾ പോലും സാറിനെ കുറ്റം പറയുന്നില്ല, ഒരാൾ പോലും കൂവിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ കണ്ണു തുടച്ച കണ്ണീരോടുകൂടി അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന, അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്ന ഒരു കാഴ്ച, ഒരു ദൃശ്യം, അത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ തരംഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പിണറായി വിജയൻ തനിക്ക് വലിയൊരു മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടി സൃഷ്ടിച്ചെടുത്ത ഒരു ചടങ്ങ്, അവിടെ തങ്ങളുടെ അണികളെ, ഒരു കൂട്ടം ആളുകളെ ഇറക്കിക്കൊണ്ട് ടി സിദ്ദിഖ് പ്രസംഗിക്കാൻ വരുമ്പോൾ മുൻകൂട്ടി തയ്യാറാക്കിയതുപോലെ അദ്ദേഹത്തെ കൂകി വിളിക്കുക, അവിടെ ഹീറോയായിട്ട് താരപരിവേഷം ചമയാം, വലിയൊരു ആളായിട്ട് മാറാമെന്നൊക്കെ, പിണറായി വിജയൻ അവിടുത്തെ ഒരു സ്റ്റാറായിട്ട് മാറാമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ആ ഒരു നീക്കം ഇന്നലെ പാളിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. നിങ്ങൾ ആരെയാണോ കൂവാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ ആരെയാണോ കൂവി തോൽപ്പിക്കാൻ ശ്രമിച്ചത്, അദ്ദേഹം ഇന്നലെ എല്ലാത്തിനും ഒടുവിൽ ഒരു ഹീറോ ആയിട്ട് തലയുയർത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. CPM-നെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായിട്ട് മാറിയ ഒരു സംഭവം കൂടിയാണ്. അത് വലിയ രീതിയിൽ അവർക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. ആരാണ് ആ ബുദ്ധി പറഞ്ഞു കൊടുത്തത് എന്നത് നമുക്കറിയില്ല. എന്തായാലും കൽപ്പറ്റയിലെ നിവാസികൾ ഒന്നടങ്കം ടി സിദ്ദിഖിന് ഒപ്പം നിൽക്കുന്ന, അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ടി സിദ്ദിഖ് ഈ പറയുന്ന CMDRF-ലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകളൊന്നും ചെയ്തില്ല എന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങൾ, വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. അതൊക്കെ തന്നെ പൊളിച്ച് കയ്യിൽ കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഒരു MLA എന്നുള്ള നിലയിൽ അദ്ദേഹം തന്റെ 1 മാസത്തെ ശമ്പളം ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തതിന്റെ തെളിവുകൾ ഉൾപ്പെടെ പുറത്തു വിട്ടിട്ടുണ്ട്. അത്തരത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത യുക്തിരഹിതമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെതിരെ ഒരു പ്രചരണം അഴിച്ചുവിടാനാണ് ഇന്നലത്തെ ആ ചടങ്ങിൽ CPM ശ്രമിച്ചത്. ഒരു പക്ഷേ എല്ലാവരും കൂടി ഒത്തുചേർന്നുകൊണ്ട്, ലോകത്തുള്ള മലയാളികളും അല്ലാത്തവരും എല്ലാം ഒത്തുചേർന്നുകൊണ്ടാണ് ആ ചൂരൽമല മുണ്ടക്കൈ നിവാസികളെ ചേർത്തു പിടിച്ച് അവരുടെ പുനരുജ്ജീവനത്തിനായിട്ട് ഒരു മെയ്യോടെ നിന്ന് പ്രവർത്തിച്ചത്.
അതിൽ രാഷ്ട്രീയം കലർത്തി അതിനെ ഒരു രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റാൻ ശ്രമിച്ച CPM-ന്റെയും CPI-യുടെയും ഒക്കെ തന്നെ മന്ത്രിമാർക്ക് നേതാക്കൾക്ക് മുഖത്ത് കിട്ടിയ അടിയായിട്ടാണ് ഇന്നലെ ആ ടി സിദ്ദിഖിന് കിട്ടിയ പിന്തുണയെ നമ്മൾ വിലയിരുത്തേണ്ടത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ വിഷയത്തിൽ കോൺഗ്രസ് തങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നും പറയുന്നുണ്ട്, തുടക്കം മുതൽ തന്നെ പറയുന്ന കാര്യമാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 780 കോടി രൂപ ലഭിച്ചിട്ടും സർക്കാരിന് 2 വർഷം കഴിഞ്ഞു ഈ ഒരു പദ്ധതി പൂർത്തിയാക്കി കൊടുക്കാനായിട്ട്. അത്തരത്തിൽ സർക്കാർ ഊരാളുങ്കലിന് 750 കോടിയുടെ കരാർ കൊടുക്കുകയാണ്. ഈ പറയുന്നത് പോലെ ഒരു വീടിനപ്പോൾ എത്ര രൂപ ചെലവാകുന്നെന്ന ചോദ്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഉയരുന്നുണ്ട്. അത്തരത്തിൽ ഉള്ള ഇതിലേക്ക് സർക്കാരിന്റെ ഒരു സംവിധാനത്തിലേക്ക് കോൺഗ്രസ്സുകാര് സംഭാവന കൊടുക്കേണ്ടതില്ല. കോൺഗ്രസ് സ്വന്തം നിലയ്ക്ക് വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നത് കോൺഗ്രസിന്റെ നിലപാടാണ്. അതേസമയം തന്നെ കോൺഗ്രസിന്റെ ജനപ്രതിനിധികളൊക്കെ തന്നെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തങ്ങളുടെ സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും CPM-ന് ബൂമറാങ്കായിട്ട് മാറിയിരിക്കുകയാണ് ഇന്നലത്തെ ആ കൂവൽ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. അവിടെ ടി സിദ്ദിഖ് അവര് CPM-കാരെ കൂവി നാറ്റിക്കാൻ ശ്രമിച്ച ടി സിദ്ദിഖ് അവിടെ സൂര്യ തേജസ്സോടെ തല ഉയർത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അദ്ദേഹം എന്താണ് എന്നുള്ളത് അവിടുത്തെ ആ ദുരന്ത ബാധിതരായിട്ടുള്ള ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ അവര് ടി സിദ്ദിഖ് എന്ന് പറയുന്ന ജനനായകനെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്.